അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോമ്പെല്ലാം അടിപൊളിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പ് നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്തായം തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പം ഇത് ഷോപ്പിംഗ് ചെയ്യുന്നുള്ള ഒരു ചെറിയ വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ അത്തായത്തിന് 4 മണിയാകുമ്പോൾ എണീച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ദോശ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഹെവി ആയിട്ടുള്ളത് ആർക്കും അത്തായത്തിന് വേണ്ട. കാരണം മക്കായാലും ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടാ കിടക്കൽ. നെജുവിന് പിന്നെ ഓഫീസ് ഉണ്ടായതുകൊണ്ട് നെജു കുറച്ച് നേരത്തെ ഉറങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് കളിച്ച് ഇതെല്ലാം കുറച്ച് ലേറ്റായിട്ട് തന്നെയാണെന്ന് ഉറങ്ങല്. പിന്നെ അത്തായത്തിന് വെച്ചാൽ പിന്നെ ഹെവി ആയിട്ട് അങ്ങനെ തിന്നാൻ കഴിയില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യൽ. ഇനിയിപ്പം നമ്മൾ രാത്രി എന്താ പറയുക ബാക്കിയുണ്ടെങ്കിൽ, അതായത് പത്തലോ കറിയെല്ലാം ബാക്കിയുണ്ടെങ്കിലും രാവിലെ അതൊന്നും മക്കൾക്ക് വേണ്ട, കഴിക്കൂല. എന്തെങ്കിലും ലേറ്റായിട്ട് മതി എന്ന് പറയും. അതിപ്പം കായ് ആണെങ്കിൽ കായ് അത് തിന്നിട്ടെങ്കിലും ഓർക്ക് മതി. ഓർക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട. പിന്നെ ഓട്സ് അങ്ങനത്തെ എങ്കിലും മതി കേട്ടോ. നെജുവിന് അധികം ഓട്സ് തന്നെയാണ് ഇഷ്ടം. അതാകുമ്പോൾ ഹെൽത്തിയും തന്നെ, നമുക്ക് പെട്ടെന്ന് എന്താ പറയുക വയറൊന്നും നിറയും, അങ്ങനെ വിശക്കൊന്നുമില്ല. ഈ എന്താ പറയുക നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഓട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓട്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കും. ബദാമും എന്താ പറയുക കറുത്ത മുന്തിരിങ്ങയിൽ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓട്സ് ആക്കും കേട്ടോ. അപ്പോൾ ദോശ മാവ് രാത്രി ഓൾറെഡി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ദോശയും ചട്നി ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. ക്രാബിൻ്റെ കറി, ഞണ്ട് കറി ഉണ്ടായിന്. അപ്പോൾ ആർക്കും അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നെങ്കിൽ ചട്നി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ദോശമാവ് കുറച്ച് എന്താ പറയുക തിക്കുണ്ടാവും. അത് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി ദോശ ഇടുന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക ഇഡ്ഡലി ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് ചൂടാക്കിയിട്ടുണ്ട്, അല്ല പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്, പാൻ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഞാൻ നെജുവിനുള്ള ചായയും വെച്ച് കൊടുത്തിട്ടാണ്. മക്കളെയൊന്നും വിളിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ വെച്ചു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഓർമ്മ പോയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച്. എന്താ പറയുക ഒന്നെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ എണീച്ചിട്ട് വരുമ്പോൾ തന്നെ രണ്ടാളെയും വിളിച്ചിട്ട് കൊണ്ടുവരും, ഒന്ന് ശരിയായിട്ട് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോയിട്ട് വിളിക്കലാന്നിട്ടാ. അപ്പോൾ തീയെല്ലാം കുറച്ച് വെച്ചിട്ട്, ദോശൻ്റെ തീയെല്ലാം കുറച്ച് വെച്ചിട്ട് രണ്ടാൾ പോയിട്ട് വിളിക്കലാന്ന്. രണ്ടാൾ നല്ല ഉറക്കിലുണ്ട്. ഇപ്പം നോമ്പായി പിന്നെ രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെ ഞാൻ കടത്തും. ഒരാളല്ലെങ്കിൽ മീത്തൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പണിയാന്ന്. അവർ രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെ ഇതാക്കൂട്ടാ. അപ്പോൾ ദോശ ചൂടുമ്പോൾ വലിയ ആൾ പറഞ്ഞു, മൈഷാറിന് എനിക്ക് ദോശ വേണ്ട, എനിക്ക് സാൻഡ്വിച്ച് മതി, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളൂ പറഞ്ഞിട്ട് അവൾ ബുൾസൈ ഉണ്ടാക്കി. പിന്നെ ഓളെ സ്പെഷ്യലാണ് ബ്രെഡിൽ ക്രീം ചീസ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മേലെ ഒമാൻ ചിപ്സ് ഉണ്ടല്ലേ അത് ഒന്ന് ക്രഷാക്കും, ഒന്ന് നല്ലൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓളെ നമ്മൾ ബാക്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മാഷാഅല്ലാഹ് ഓളെ തന്നെ ചെയ്യും. അതിപ്പം എന്താ പറയുക ബുൾസൈ ആണെങ്കിലും ക്രാക്ക് എഗ് ആണെങ്കിലും പിന്നെ ചായ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പാലെല്ലാം ചൂടാക്കാനുണ്ടെങ്കിൽ ഓളെന്നെ സെൽഫിൽ പോയിട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒമാൻ ചിപ്സ് ഇട്ട് അതെല്ലാം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത്, പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് ആ ഒരു ബുൾസൈ അല്ലെങ്കിൽ ഓംലേറ്റ്, കുഞ്ഞു ഓംലേറ്റ് ആക്കുന്നില്ലേ, ആ ഓംലേറ്റ് ആക്കിയിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതും ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇതേപോലെ തന്നെ പൊറോട്ടയിലും ചെയ്യുന്നതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഓൾക്ക് ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞ്. പിന്നെ ഇത് മന്നുവിൻ്റെ ദോശയാണ്. അവൾക്ക് വലിയ ദോശ ഒന്നും പറ്റൂല, ഇത് ബിഗ് പറയും. അപ്പം ഞാൻ എന്താക്കും, 2 ദോശയുള്ളത് കുഞ്ഞു ദോശയാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അവൾക്കത് ബേബി ദോശയാണ്, ഉള്ളത് തിന്നോളും. പിന്നെ ഞാനിതാ ദോശയും ഞാൻ പറഞ്ഞിട്ട് ഞണ്ടിൻ്റെ കറി ഉണ്ടായിന്, ഇച്ചിരി ഞണ്ടിൻ്റെ കറിയും പിന്നെ ചട്നിയും എടുത്ത്, പിന്നെ ഗ്രീൻ ടീ എന്നിട്ടാ മെയിൻ. ചായ കുടിക്കാൻ ഇഷ്ടമില്ല എനിക്ക്, അപ്പം ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കും. പിന്നെ നെജു ഓട്സ് കഴിച്ച്, നെജു കുറച്ച് ലേറ്റായിട്ട് എണീക്കൂട്ടാ, നേരത്തെ ഒന്നും എണീക്കില്ല. ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ എണീറ്റിട്ട് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് സുബഹിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം കളിക്കലും സംസാരിക്കലും. ചെറിയ ആൾ എണീക്കും ആ സമയമാകുമ്പോൾ, എല്ലാ ദിവസവും എണീക്കൂട്ടാ. ആ ഒരു സമയമാകുമ്പോൾ ഓൾക്ക് എണീച്ചാലേ വെക്കൂ. പിന്നെ ഓളോടുള്ള കുറച്ച് കളിയും അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് അങ്ങനെ കുറച്ച് സമയമാവും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടക്കും.
കിടന്നിട്ടൊരു ഒരു 10:30 9 10:30 മണി അങ്ങനെയാകുമ്പോൾ വന്നിട്ടാണ് എണീക്കൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച്. പെരുന്നാവാനല്ല ആയില്ലേ, ഇനി ഒരാഴ്ച മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും എന്താ പറയുക മക്കൾക്കെല്ലാം ഉണ്ടെങ്കിൽ എടുക്കാം, അങ്ങനെ നോക്കാം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 12:30 1 മണി അങ്ങനെ ലൂറെല്ലാം നിസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായതാണ്. അപ്പം നമ്മൾ ഇത് നേരെ പോയത് മെഗാ മോളിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ചുരിദാറെല്ലാം എടുക്കണം എന്നുണ്ടെങ്കിൽ റോള് അങ്ങനത്തെ ആ ഒരു ഭാഗത്താണ് പോലെ. പക്ഷേ ഇപ്രാവശ്യം മെഗാ മോളിൻ്റെ ഉള്ളിൽ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, നല്ല സെലക്ഷൻ എന്ന് പറഞ്ഞ്, മൾബറീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെജു പറഞ്ഞാൽ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം, അവിടെ ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇപ്പോഴത്തെ മോഡൽ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഓൾറെഡി ചുരിദാർ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കഫ്താൻ മോഡൽ അതാണല്ലോ ഇപ്പം മെയിൻ ആയിട്ടുള്ളത്, അതാണ് കേട്ടോ അധികം ഉള്ളത്. പിന്നെ അടുത്ത ബോസ് ടിക്ടോക്ക് അതിലൊക്കെ ഇടുന്നുണ്ടായി, റീൽസ് ഇടുന്നുണ്ടായി. പിന്നെ ചുരിദാർ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ വ്ളോഗിൽ കാണാം. അപ്പം ഇതാണ്. പിന്നെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് വന്ന പുതിയ സെലക്ഷനിൽ ഒന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ സത്യം പറഞ്ഞെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചെറിയ ബേബി ഉണ്ടല്ലേ, അപ്പോൾ ബേബിനെല്ലാം കൊണ്ട് അധികം നോമ്പെല്ലാം നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. ഒന്നാമത് ഉള്ള ഫുഡ് കാര്യങ്ങൾ, പിന്നെ നമുക്കുള്ള നോമ്പ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ടാകും. പിന്നെ ഞാൻ അവിടെയുള്ള ഒക്കെ അങ്ങനെ എടുത്ത് മാഷാ അല്ലാ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഇതുണ്ടായി. അതെടുത്ത് പിന്നെ അവിടെ ഫാൻസി ഐറ്റംസ് അതെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ തന്നെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത് എടുക്കാം. എല്ലാ ഇതും ഉണ്ട്, എന്താ പറയുക സ്റ്റോൺ വർക്കായിട്ടുള്ളതും ആൻറ്റിക്കായിട്ടുള്ളതും അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇയറിങ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഡ്രസ്സിന് അനുസരിച്ചിട്ടുള്ള കമ്മൽ അങ്ങനത്തെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സിന് സെയിം മാച്ച് ആയിട്ടുള്ളത് തന്നെ അവിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇത് കുർത്തയുണ്ട്, അതുപോലെ ഗൗൺ ടൈപ്പുള്ള ഡ്രസ്സുണ്ട്. ഗൗൺ ടൈപ്പുള്ളത് എനിക്ക് കാണിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓൾറെഡി അതുണ്ട് 2 മറ്റേ ഓൾറെഡി ആ ഒരു ടോപ്പ് പോലത്തത് ഉണ്ട്, അതിനെക്കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്ത് ഇറങ്ങി. പിന്നെ ഇപ്രാവശ്യം എന്താ പറയുക നോമ്പ് പെരുന്നല്ല നോമ്പായതുകൊണ്ട് ഏകദേശം ഷോപ്പിലും സെയിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പം നെജു ആടെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കോസ്മെറ്റിക്സ് അങ്ങനെ വരുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തത് ഫാൻസി ഷോപ്പെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് തിരിയും, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇത്, എന്തെങ്കിലും ആയിട്ട് വാങ്ങിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടാകുമ്പോൾ നെജുവിൻ്റെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി, മക്കൾക്കും വാങ്ങിച്ച്. പിന്നെ എനിക്ക് വാങ്ങിക്കാൻ ഉണ്ട് ഇതായിട്ടാകുമ്പോൾ ഞാനും അതും എടുത്തിട്ടാണ്. പിന്നെ അവിടെ എല്ലാം ഇതുണ്ട്. പിന്നെ വെള്ളി ഉണ്ടായി, വെള്ളീൻ്റെ മോതിരം ഉണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ അന്ന് ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല, ഇൻഷാ അല്ലാ എടുക്കണം. ഭയങ്കര നല്ല സെലക്ഷൻ ഉണ്ടായി. ഞാൻ ഇതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി ഓൾറെഡി റിങ്, അതിനെക്കൊണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കണം ഇൻഷാ അല്ലാ, നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ 1 ഇയർ വാറൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഓറ്. അപ്പം പിന്നെ വിചാരിച്ച് നെക്സ്റ്റിൽ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ എന്തായാലും എനിക്ക് ഓൾറെഡി കോസ്മെറ്റിക്സ് വേണമെന്നുണ്ടായിനി. അപ്പം ഞാൻ അതെടുത്ത്, അതായത് ഫൗണ്ടേഷനും മസ്കാറയും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ അങ്ങനത്തതെല്ലാം അവിടെ നിന്ന് എടുത്തിട്ടാണ്. ഓഫ് ഉണ്ടായി, ചിലതിൽ ഓഫർ പ്രൈസ് ഉണ്ടായി, ചിലതിൽ ഇല്ല, നോർമലായിട്ടുള്ള പ്രൈസ് തന്നെയാണ്. എന്താ പറയുക നല്ല ഇതുണ്ടായി. പിന്നെ ഞാൻ പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിട്ടാണ്. പിന്നെ കുറച്ചൊരു 5-10 മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഓക്കെ ആയി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കുറേ ആൾക്കാരുണ്ടായിന് കേട്ടോ. പിന്നെ ആ ഒരു ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനവും ഉണ്ട്. എന്താ പറയുക നമ്മളെ ബാഗ്സ്, പിന്നെ അതുപോലെ കോമ്പ്, പിന്നെ മുടിക്കിടുന്ന റിബൺസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ബാഗ്സിനെല്ലാം അവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ബാഗ്സ് അത്ര വലിയ എന്താ പറയുക ഒരു ഓക്കെ ആയിട്ടില്ല.
രസമുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ബ്രാൻഡഡ് തന്നെയാണ് ഇതുള്ളത്. പിന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ ബാഗിനേക്കാളും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബാഗാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ ഇങ്ങനത്തെ കുറേ ബാഗ് എവിടെ കണ്ടാലും വാങ്ങിക്കുന്നു എന്ന് പറയുന്നില്ല, അതുപോലെയാണ് എവിടെ കണ്ടാലും വാങ്ങിക്കും. പിന്നെ സിറ്റി സെൻറ്റർ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയില്ലേ, എനിക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ബാഗ് എടുക്കൂട്ടാ. ഞാൻ മെയിനായിട്ട് എടുക്കൽ അവിടെ നിന്നാണ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബാഗാകുമ്പോൾ നമുക്കൊരു ഫോണും നമ്മൾ അത്യാവശ്യ സാധനമെല്ലാം ഇട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അത്ര മതിയല്ലേ. എനിക്ക് അങ്ങനത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് സാധനം എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മഞ്ഞുക്ക് വേണ്ടി വരും. അത് ഓൾക്ക് മെയിനാണ്. അപ്പോൾ പെട്ടെന്ന് ഓള് ഇത് കണ്ട് ഹലോ കിറ്റീൻ്റെ സ്പ്രേ കണ്ട്. അത് ഓൾക്ക് വേണമായിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷെ അത് ഓൾക്ക് ഒരു രസമാണ്. അത് ഏടെ പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറക്കിക്കൊണ്ട് വരും. ഇത് വാങ്ങിച്ചു തരുമോ അമ്മ, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു തരുമോ പപ്പ എന്ന് വെച്ചിട്ട് വരും. പക്ഷെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അതൊക്കെ മെയിനാണ്. അപ്പം ആ ഒരു എന്താ പറയുക കുഞ്ഞ് സ്പ്രേ കൊണ്ടുവന്നത് അതിപ്പം പറയുന്നുണ്ട് നമുക്ക് എനിക്ക് അൺബോക്സിങ് ചെയ്യണം, അമ്മ വീഡിയോ എടുക്കണം, അൺബോക്സിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു അൺബോക്സിങ് പോലെ ആക്കിയിട്ട് ഷോർട്സിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതാണ്. പിന്നെ ഇതിൻ്റെ കളക്ഷൻ കണ്ടിട്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക ബ്രേസ്ലെറ്റ് വാച്ചിൻ്റെ കൂടെല്ലാം പറ്റിയ നല്ല നല്ല സെലക്ഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ടില്ലേ 2 ദിവസം മുന്നേ ഞാൻ ഓൺലൈനിൽ റിങ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് റിങ്സും ചെറിയൊരു മാല അങ്ങനത്തെ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. അതിനെക്കൊണ്ട് പിന്നെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടാ. ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റിൽ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്രാവശ്യം നല്ല ഓഫറും ഉണ്ടായി. പിന്നെ നേരെ സ്പ്രേൻ്റെ സെക്ഷൻ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ സ്പ്രേൻ്റെ സെക്ഷന്. സ്പ്രേ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നെജു വീടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് വ്ളോഗ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടായി നെജുവിന് ഭയങ്കര ഫേവറേറ്റാണ് സ്പ്രേ. അത് എവിടെ ഉണ്ടായാലും അത് വാങ്ങിക്കൂട്ടാ. പിന്നെ അതാ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് അതാണ് ഞാൻ പറഞ്ഞിട്ട്. അവിടെ നല്ല ആളുണ്ടായി. പിന്നെ ആളെല്ലാം പോയിട്ടാൻ വന്നിട്ടാണ് ഞാൻ ചെറുങ്ങനെല്ലാം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായത്. എടുക്കാൻ പറ്റിയ സാഹചര്യമേ അല്ലായിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. 3 കളർ നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു മസ്കാര, പിന്നെ അതുപോലെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായി. ലിപ്സ്റ്റിക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അവർ പറഞ്ഞ് നല്ല ലോങ് ലാസ്റ്റാണെന്ന് പറഞ്ഞ്. എനിക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ കളറ്. പിന്നെ 2 കളർ വേറെയും കൂടി കാണിച്ചിട്ടുണ്ടായി, പക്ഷേ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായി. അതിനുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ച്. പിന്നെ 3 കളറ് നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടാണ് അവിടുന്ന്. പിന്നെ എന്താ പറയില്ലേ നെജു സ്പ്രേ വാങ്ങിച്ച്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ മക്കൾ ഡ്രസ്സ് നോക്കാൻ പോയി, പക്ഷെ ഞങ്ങൾക്ക് അത്ര ഓക്കെ ആയിട്ടില്ല ഡ്രസ്സ്. പിന്നെ വിചാരിച്ച് ഇൻഷാ അല്ലാ സമയം കുറവ് തന്നെ, എന്നാലും സമയമുണ്ടല്ലോ നെക്സ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചെറിയ ആൾ ബേബി ഓള് ട്രോളിയിൽ ഇരിക്കുന്നില്ല, ഭയങ്കര കരച്ചിലാന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ എന്താക്കി പറഞ്ഞെങ്കിൽ ആടെയുള്ള സ്ട്രോളറിൽ ഓളിരുത്തി, അല്ല ട്രോളിയിൽ ഓളിരുത്തി, ഓള് സ്ട്രോളറിൽ നമ്മൾ വാങ്ങിച്ച സാധനമെല്ലാം അതിൽ വെച്ചിട്ട് പോയിട്ടാണ്. അപ്പം എന്താ പറയുക അവിടുന്ന് ആ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കേണ്ട സമയം നമ്മൾ പറഞ്ഞ കുറച്ച് അങ്ങോട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ മെഗാ മോളിൽ വരുന്നുള്ളത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് നോമ്പ് തുറക്കാനായിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെരയിലേക്ക് തന്നെ വന്നിട്ടാണ്. ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ട്. നമുക്കറിയുന്നില്ല ഷോപ്പിംഗ് മോളിലെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച് സമയാനാകുന്നുണ്ടെങ്കിൽ അവിടുന്ന് എവിടെയെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സാധനമെല്ലാം വാങ്ങിച്ച് കുഞ്ഞെല്ലാം ഭയങ്കര കരച്ചിലുണ്ടായി. പിന്നെ നമ്മൾ പെരയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടാണ്. പിന്നെ നോമ്പെല്ലാം തുറന്ന് നമ്മൾ സ്നാക്സ് കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു അൺബോക്സിങ് ചെയ്യുക, വീഡിയോൻ്റെ കൂടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ മെഗാ മോളിൽ ഷോപ്പിങ്ങിന് പോകുന്നതിന് ഒരു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല എന്താ പറയുക നല്ല അടിപൊളി സാധനം കേട്ടോ. ഒരു ഞാൻ ഡയറക്റ്റ് തന്നെയാണ് പോയിട്ട് സാധനം എടുക്കൽ. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് വരുന്നത്. ട്രെൻഡുകളിൽ നിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ.
പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കിട്ടിയ പാട് ഇതാണ് മെയിൻ നമ്മൾ പൊട്ടിക്കുന്നത്. ഇത് അറിയാലോ നമ്മളെ 90s കിഡ്സിനെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തുണ്ടായാലും ഇത് കിട്ടിയെങ്കിൽ കുറേ സമയം അത് പൊട്ടിക്കാനായിട്ട് ഇരിക്കും. സാധനം പിന്നെ ഇരിക്കും കേട്ടോ നോക്കൽ. അത് പൊട്ടിച്ചിട്ട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാക്കൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. എനിക്ക് കളറും ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൺലൈനിലായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷേങ്കിൽ അതിൻ്റെ ആ പിടിക്കുന്ന ഇതെല്ലാം അതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. സെപ്പറേറ്റ് ഇങ്ങനെ ഇത് വരുന്നതല്ല, ഇങ്ങനെ ആണിയിട്ടിട്ട് വരുന്നതല്ല, അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാത്രം. പിന്നെ അതിൻ്റെ നാലാമത്തെ ഉണ്ട് കേട്ടോ പെയർ, വലുതും പിന്നെ ഒരു ചെറുത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള 4 പെയറും. പിന്നെ അതിൻ്റെ ഒരു ഫ്രൈ പാൻ വരുന്ന അങ്ങനത്തെ ഒരു സൈസ്. ഭയങ്കര രസമുണ്ട്. അതിൻ്റെ കളറാണ് കേട്ടോ മെയിൻ എടുത്ത് പറയേണ്ടത്. എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമ്മൾ ഫോട്ടോത്തിലെല്ലാം കാണുന്നില്ലേ, അതൊന്നുമല്ല, അതിനെക്കാട്ടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ്. അപ്പം അങ്ങനെ അൺബോക്സിങ് വീഡിയോ എന്താ പറയുക ചെയ്തിന് ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട്. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കൊണ്ടുവന്നതല്ലേ നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ മക്കൾക്ക് ഇതായി പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഓളെ വിളിച്ച് എനിക്കൊരു കൂട്ടായിരിക്കട്ടെ എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കുന്നതും കൊടുത്ത് ഞാൻ ഓളെയും വിളിച്ച്. ഓൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അനക്കെല്ലാം ഉണ്ടാവും വീഡിയോയിൽ. എന്തെല്ലാം പറഞ്ഞും ചോദിച്ചിട്ടും അത് കാണിച്ചിട്ട് ഇത് കാണിച്ചിട്ടെല്ലാം എന്താ പറയില്ലേ ഒരു വീഡിയോ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എനിക്ക് കോൾ തന്നെ വേണം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക അതിൻ്റെ കയ്യിൽ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ടായി. ഒരു ചട്ടുവൻ പോലത്തതും പിന്നെ 2 കയ്യിൽ അങ്ങനത്തത് ഉണ്ടായി. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എന്താ പറയുക ചോറ് കറി അങ്ങനത്തെ എല്ലാം വെക്കാം. ഭയങ്കര രസമുള്ള പാത്രം തന്നെയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡറാക്കിയ വേറൊരു സാധനമാണ്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിട്ടാ. ഇത് ഈ പാത്രം കിട്ടുന്നതിൻ്റെ 2 ദിവസം മുന്നേ കിട്ടിയെന്നാന്ന് തോന്നുന്നു. കിട്ടിയിട്ടുണ്ടായി. ഞാനിത് ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ടായി. ഇതും അങ്ങനെ തന്നെ കാസ്ട്രോളാണ്, ഹോട്ട് ചൂടെല്ലാം നിൽക്കുന്ന കാസ്ട്രോളാണ്. ഇതൊക്കെ അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡിസൈനും അതിൻ്റെ കളറും ഭയങ്കര ഹെവി ഉള്ളതല്ല കേട്ടോ, ഹെവി ഇല്ലാത്തതാണ്. പക്ഷെങ്കിൽ ചൂടെല്ലാം നിൽക്കുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും അങ്ങനെ 3 പെയറായിട്ടാണ് വരുന്നുള്ളത്. നല്ല വലിപ്പമുള്ളതും പിന്നെ കുറച്ച് ചെറുതുള്ളതും പിന്നെ ഒരു കുഞ്ഞു ഇതും. നമുക്ക് കുഞ്ഞുള്ളത് നമുക്ക് പൊരിച്ചത് അങ്ങനത്തതെല്ലാം പിന്നെ കറിയുള്ളത് അങ്ങനത്തതെല്ലാം ഇട്ടിട്ട് വെക്കട്ടോ. ഹോട്ടൽ ചൂടായിട്ട് തന്നെ നിൽക്കുന്നതല്ലേ. അപ്പം എന്താ പറയുക അതിലേക്ക് അതുപോലെ ഇതിൽ ഫ്രൈ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കിയതോ അങ്ങനത്തെ എല്ലാം ഇതാക്കാം. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പുട്ടുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ മംഗലം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ പുട്ടിന് കുറ്റി. ഞാൻ പിന്നെ മാറ്റിയിട്ട്, കാരണം അത് അലുമിനിയമാണ്. നമ്മൾ ഈ സ്റ്റീലിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എത്രയോ ബെറ്ററാണ് അലുമിനിയം ഉണ്ടാക്കുന്നത്. അത് എൻ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കുന്നതും അതുപോലെ കടുമ്പ് ഉണ്ടാക്കുന്നില്ല, കടുമ്പ് ഇഡ്ഡലി അതെല്ലാം അലുമിനിയത്തിൻ്റെയാണ്. അത് ആ സമയത്തേ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്കങ്ങനെ മാറ്റണമെന്ന് തോന്നിയിട്ടില്ല, കാരണം നമ്മളെ ചെറിയ കുഞ്ഞു ഫാമിലി അല്ലേ, നമുക്ക് മതി അൽഹംദുലില്ലാ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും അത്ര തലക്ക് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ അത് കുറേ ആയി അതിനെ കൊണ്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കണം ഓരോന്നോരോന്ന്. അങ്ങനെ പിന്നെ പുട്ടിൻ്റെ ഇത് കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ അതും ഓർഡറാക്കി വാങ്ങിച്ചിട്ടാ. സ്റ്റീലിൻ്റെതാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈം ആന്നിട്ടാ സ്റ്റീലിൻ്റെ യൂസ് ആക്കുന്നത്. മറ്റേ അലുമിനിയം ഉണ്ടായതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ആക്കുന്നുണ്ടായത്. പിന്നെ ഇഡ്ഡലി പാത്രം വാങ്ങിക്കണമെന്നുണ്ടായിനി. പക്ഷേങ്കിൽ അത് അവൈലബിൾ ഉണ്ടായിട്ടില്ല. ഇൻഷാ അള്ളാ അതുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ മംഗലം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുഞ്ഞാന്ന് കൊണ്ടുവന്ന് നമ്മൾ 2 ആളേലില്ലു. അപ്പോൾ അതിനെക്കൊണ്ട് ചെറുത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പോൾ വലുതിൻ്റെ ആവശ്യമായി. ഇപ്പോൾ 2 ആൾ പോയിട്ട് 3 ആളും കൂടി എക്സ്ട്രാ ആയില്ലേ. അപ്പോൾ പാത്രമെല്ലാം ഇനിയിപ്പോൾ കുറച്ച് വലിപ്പമുള്ളതെല്ലാം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി അടുത്ത ഇഡ്ഡലി പാത്രം അതുപോലെ കടുമ്പുണ്ടാക്കുന്ന പാത്രം. അപ്പം ഈ ഒരു
പാത്രം ഈ ഒരു കാസ്ട്രോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ടായി. എനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റത് ഇന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അൺബോക്സിങ് വീഡിയോ ഇതിൻ്റെയൊക്കെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കളറാണ്, നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയെല്ലായിട്ടും നമുക്ക് വീണ്ടും കാണാം. ആർക്കും ടാറ്റാ ബൈ ബൈ.